ഞാനിപ്പോൾ ഉള്ളത് കായംകുളം നഗരസഭയിലാണ് കേട്ടോ. ഇവിടെ ഓണാഘോഷ പരിപാടി തകൃതിയായിട്ട് നടക്കുകയാണ്. നമുക്കറിയാം കായംകുളം നഗരത്തിൽ ഇത്രയും ശാന്തമായിട്ട് സുന്ദരമായിട്ട് കൊണ്ടുപോകുന്നതിൽ കായംകുളം നഗരസഭ വഹിക്കുന്ന പങ്ക്. അതുപോലെ തന്നെയാണ് ആരോഗ്യ പ്രവർത്തനവും. ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് കായംകുളം നഗരസഭയിലെ ആരോഗ്യ മേഖലയെ നിയന്ത്രിക്കുന്ന നേതൃത്വം നൽകുന്ന ജീവനക്കാരാണ്. നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം, അവരുടെ ഓണവിശേഷങ്ങളൊക്കെ കേൾക്കാം. പേരെങ്ങനെയാ? പേര് ഷബീന. വീട് ചേർത്തല, ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. പേര് നിസ. കായംകുളം. ദീപ, പള്ളികുന്ന്. എൻ്റെ പേര് ശ്രീകുമാർ, ഞാൻ ക്ലീൻ സിറ്റി മാനേജറാണ്. എൻ്റെ സ്വദേശം ഓച്ചിറയാണ്. എൻ്റെ പേര് സുജ, അടൂരാണ്. ഇവിടുത്തെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് ധന്യ, എൻ്റെ സ്ഥലം കൊല്ലം. കൊല്ലത്ത് തട്ടാമല എന്ന് പറയും. എൻ്റെ പേര് രുദ്ര, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. വീട് കൊല്ലമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓണത്തിന്റെ ഒരു മൂഡിൽ നിന്നാണ് നമ്മളോടൊപ്പം ചേരാനായിട്ട് വന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഓണാഘോഷം? അടിച്ചു പൊളിക്കുവാണോ? ഞങ്ങൾ ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഓണാഘോഷം വളരെ സവിധമായി ആഘോഷിക്കുകയാണ്. കൗൺസിലേഴ്സ് പിന്നെ 44 വാർഡിലെ കൗൺസിലേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കണ്ടീൻ സ്റ്റാഫ് ഏതാണ്ട് 50ഓളം പേരുണ്ട്. അതുപോലെ ഹരിതകർമ്മസേനയിൽ 68 പേരുണ്ട്. ഞങ്ങൾ ഹെൽത്ത് സ്റ്റാഫും മറ്റ് സ്റ്റാഫുകളെല്ലാം കൂടെ ഏതാണ്ട് 65 പേരോളം ഉണ്ട്. അപ്പോൾ അത്രയും ആളുകൾ ഉള്ള ഒരു വലിയൊരു ഓണാഘോഷമാണ് ഞങ്ങൾ ഈ തവണ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഓഫീസിൽ വരുന്ന പബ്ലിക്കിനെയും കൂടെ ഞങ്ങൾ ഇതിനകത്തേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നുണ്ട്. ശരിക്കും ഈ ആഘോഷങ്ങളിലൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണക്ക് കൂടുതൽ ഒരു എക്സ്ട്രാ കെയർ കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പം ആരോഗ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവരാണ്. അപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ഓണക്കാലത്ത് നമ്മുടെ ഭാഗത്തു നിന്നെങ്കിലും പ്രത്യേകമായിട്ട് പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഓണക്കാലത്ത് നമ്മൾ പ്രധാനമായിട്ടും ഈ ടൗണിൻ്റെയും അതുപോലെ തന്നെ ഈ മുനിസിപ്പാലിറ്റി വിവിധ ഭാഗങ്ങളിലെ വാർഡുകളിലെയും ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ടൗണിൽ ഈ പ്രാവശ്യവും നമ്മൾ കാടുകളൊക്കെ ചെത്തി വൃത്തിയാക്കുകയും മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുകയും ഈ പബ്ലിക് ആൾക്കാർ കൂടുതലായിട്ട് വരുന്നത് ഓണത്തിന് ഒരു 20 ദിവസം മുൻപുള്ള സമയമാണ് കൂടുതൽ കടകളിൽ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ ഈ വാർഡുകളും ടൗണിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഭീഷണിയായിട്ടുള്ളത് ഒരു അമീബിക് മസ്തിഷ്ക ജ്വരമാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ക്ലോറിനേഷൻ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഈ ഓണക്കാലത്തും നമ്മൾ മുടക്കമില്ലാതെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളോടൊപ്പം തന്നെ ആശാപ്രവർത്തകരും ഞങ്ങളുടെ ഹരിതകർമ്മസേനയും അംഗൻവാടി വർക്കറും ഞങ്ങളുടെ കണ്ടീൻ സ്റ്റാഫും എല്ലാം ഈ ഓണം ആണെങ്കിൽ പോലും ഇതിനോടൊപ്പം സഹകരിച്ചാണ് പോകുന്നത്. അപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ഓർമ്മയായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഓണക്കാലവും പഴയ ഓണക്കാലവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? പഴയ ആഘോഷിക്കുന്ന രീതികൾക്ക് വ്യത്യാസം തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പഴയ കാലത്താണെങ്കിൽ നമ്മുടെ ഊഞ്ഞാലാട്ടവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആണെങ്കിൽ എല്ലാം ഒരു ന്യൂ ജനറേഷൻ ഗ്യാപ്പ് വന്നപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മുടെ ഓണപരിപാടികളിലും കാണുന്നുണ്ട്. പണ്ട് തുമ്പിതുള്ളൽ അങ്ങനെയൊക്കെയുള്ള കോലുകളി അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് നമ്മൾ കൂടുതലായിട്ട് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇപ്പോഴത്തെ സ്റ്റൈലിലുള്ള ഒരു ഓണം ആഘോഷമാണ്. എങ്കിലും ആ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെ നമ്മൾ പഴയ ആൾക്കാരും ചേർന്ന് തന്നെ പോകുന്ന കാഴ്ചപ്പാടാണ്. അപ്പോൾ ഓണ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? എത്രത്തോളം ആയിട്ടുണ്ട്? ഓണ ഒരുക്കങ്ങളൊക്കെ ഏകദേശം എല്ലാം കഴിയാറൊക്കെ ആയി. എന്നാലും നമ്മുടെ ഓഫീസുകളിൽ അത്രയൊന്നും വീടുകളിൽ വരുന്നില്ല. അപ്പോൾ ഓഫീസിൽ ഓണം ആഘോഷിക്കുന്നതാണ് അടിപൊളി. ഏറെക്കുറെ. ഓക്കെ, വീട്ടിൽ എന്തായി ഓണാഘോഷമൊക്കെ? ഓണാഘോഷം അടിപൊളിയാണ്. ഓണക്കോടിയൊക്കെ എടുത്തോ? എല്ലാം എടുത്ത്. ഇനിയിപ്പം ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങ് വെച്ചാൽ മതി. ഓണം എത്തിപ്പോയി. പച്ചക്കറി വാങ്ങിച്ചാൽ മതി, ബാക്കി എല്ലാം ആയി. ഉത്രാടം എൻ്റെ വീട്ടിലാണ് വന്നിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകും. തിരുവോണം അവിട്ടത്തിന് അമ്മയുടെ കൂടെ ഓണം ആഘോഷിക്കും. അപ്പം മുമ്പ് നമ്മൾ ഒരു വീടുകളിൽ ചുരുങ്ങുന്ന ഓണമായിരുന്നു. ഇപ്പം കൂട്ടായിട്ട് ആഘോഷിക്കുന്ന ഒരുപാട്. പിന്നെ ഓഫീസിൽ ഓണം തന്നെയാണ് വീട്ടിലേക്കായി നമ്മൾ നല്ലതുപോലെ എൻജോയ് ചെയ്താണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു ഇന്നിപ്പോ ഇവിടെ എന്തൊക്കെ ഓണപരിപാടികൾ ഉണ്ടായിരുന്നു? നമുക്ക് ഒരുപാട് പരിപാടികൾ കഴിഞ്ഞ വർഷത്തെക്കാട്ടി നടത്താൻ പറ്റി. നമ്മളൊരു മാവേലി സ്റ്റാഫ് കൗൺസിൽ, കായംകുളം നഗരസഭ സ്റ്റാഫ് കൗൺസിലിൻ്റെ പേരിൽ നമുക്കൊന്ന് ഇറക്കാൻ പറ്റി. നമ്മൾ നോർമൽ കുടവേറുള്ള നല്ല മാവേലിയെ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഒരു ന്യൂജൻ മാവേലിയെ എന്തിനും തുള്ളി നിൽക്കുന്ന ഒരു നല്ല മാവേലിയെ നമുക്ക് അറേഞ്ച് ചെയ്ത് നമുക്ക് കൂടെ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. നല്ലൊരു ഓണാഘോഷം തന്നെ നഗരസഭയുടെ സാന്നിധ്യത്തിൽ സ്റ്റാഫ് കൗൺസിൽ മുന്നിട്ട് നിന്ന് ഇപ്രാവശ്യം സ്റ്റാഫ് കൗൺസിലും നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി മുന്നിട്ട് നിന്ന് നല്ല രീതിയിൽ തന്നെ നടത്താൻ കഴിയും. ഈ കൂട്ടത്തിൽ ആരാ നന്നായിട്ട് ഓണപ്പാട്ട് പാടുന്നേ? പാടത്തില്ലേ?
സാറിന് രണ്ടുപേരും മൂളിക്കൂടെ എല്ലാവരുടെ പാടിയ കുഴപ്പമില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു ഓണപ്പാട്ട്. എനിക്കറിയാമെങ്കിൽ ഞാൻ പാടിയേ. എല്ലാവരും കൂടി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആഘോഷമൊട്ടില്ല താനും കളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ശരിക്കും ഏതൊരു സ്ഥലവും ഏതൊരു നാടും നന്നാകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ നേതൃത്വം അത്രയും മനോഹരമായിരിക്കണം. കായംകുളം നഗരം ഇത്രയും മനോഹരമായി മാറുന്നതിൽ കായംകുളത്തിലെ ജനങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ മികച്ചതാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതിലും ഈ പ്രവർത്തകർക്ക് ചെറുതല്ലാത്ത പങ്കാണുള്ളത്. അപ്പൊ എന്തായാലും ഒരു അടിപൊളി ഓണം തന്നെ ആകട്ടെ, നല്ലൊരു സമ്പൽ സമൃദ്ധിയുടെ ഓണം തന്നെ ആകട്ടെ ഈ വർഷം എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പൊ എല്ലാവർക്കും മനോഹരമായ ഒരു ഓണാശംസകൾ. ഓക്കെ, നമ്മളിപ്പോ കായംകുളം നഗരസഭയിലെ ഓണ കളികൾക്കിടയിലാണ് കേട്ടോ. ഇവിടെ ഓണാഘോഷം ഗംഭീരമായി നടക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ചെയർപേഴ്സണും അതുപോലെ തന്നെ കൗൺസിലർമാരും എല്ലാവരും കൂടിയുള്ള കസേരകൾ നടക്കുകയാണ്. നമുക്ക് അതിനിടയിലോട്ട് ഒന്ന് പോയി നോക്കാം എന്താണ് അവർക്ക് പറയാനുള്ളത് നോക്കാം. മാം, കാര്യമായിട്ട് നമ്മൾ ഓണാഘോഷം സംഘടിപ്പിച്ചിരിക്കുകയാണ്, എങ്ങനെ പോകുന്നു? സുഖമായിട്ട് വലിയ സന്തോഷത്തോടു കൂടി പോകുന്നു. ഈ വർഷത്തെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ ഓരോ വർഷം കാത്തിരിക്കുന്നത് ഇതുപോലെ ആഘോഷമായിട്ട് ഓണം ആഘോഷിക്കാൻ. അതെ അതെ അതെ, എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ഇതുകൂട്ടൊരു ആഘോഷം ഞങ്ങളുടെ, എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഘോഷമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം മാം, ഓണാഘോഷമൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. കസാരക്കിലെ ഇടയ്ക്ക് ഞാനൊന്ന് ശല്യപ്പെടുത്താൻ വന്നതാണ്. ജയിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കളിക്കുന്നത്. ജയം തോൽവി ഇതിന്റെ ഭാഗമാണല്ലോ. നമുക്ക് ആദർശ് സാറിനോട് ചോദിക്കാം, സാർ എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ? ഞാൻ കണ്ടായിരുന്നു കാര്യമായിട്ട് എൻജോയ് ചെയ്ത് ഓണം ആഘോഷിക്കുന്നത്. കാരണം ഓണം നമ്മുടെ കേരളീയരുടെ ദേശീയോത്സവമാണ്. ഞങ്ങളത് എല്ലാവരും, അതായത് സ്റ്റാഫ് എന്നോ കൗൺസിലറോ ഇല്ലാതെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ഞങ്ങൾ അടിച്ചു പൊളിച്ചാണ് ഓണം ആഘോഷിക്കുന്നത്. കായംകുളത്തിന്റെ ഒരു ഉത്സവം പോലെയാണ് ഞങ്ങൾ കായംകുളം നഗരസഭയുടെ ഓണം ആഘോഷിക്കുന്നത്. അല്ല, ഓണത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് അതാണല്ലോ ഒരു വ്യത്യാസം. ഓണത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് അതാണ്, ജാതി വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ നമ്മുടെ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്നത്. അത് ഇപ്പൊ ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയുണ്ട്, എന്താണ് എങ്ങനെയാണ് ഓണാഘോഷമൊക്കെ എങ്ങനെ പോകുന്നു? ഈ ഓണം എന്ന് പറയുന്ന ഒരു ആഘോഷമാണല്ലോ, അത് ഇവിടെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ മാം, എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ? തകർക്കുവാണോ? ഏത് മൂഡ്? ഓണം മൂഡ്, അത്രേ ഉള്ളൂ. ഇവിടെ ഏത് മൂഡ് ചോദിച്ചാൽ ഓണം മൂഡ്. അതെ അതെ. എന്തായാലും ഓണാഘോഷം അടിച്ചു പൊളിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരോടും ഒരു അടിപൊളി ആർപ്പോ ഇറോ പറഞ്ഞാലോ? അപ്പൊ എന്തായാലും ഒരു അടിപൊളി, എന്താ പറയാ, എല്ലാ തരത്തിലും പ്രവർത്തനങ്ങളും അടിപൊളി ആകട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അപ്പം ഓണാശംസകൾ. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് ദേ ഇവിടെ മറ്റൊക്കെ ഒരു ഗ്രൂപ്പിനെ കാണുന്നുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം ഓണ വിശേഷങ്ങള്. ഹലോ, നമസ്കാരം. എങ്ങനെ പോകുന്നു ഓണം ആഘോഷമൊക്കെ? ഓണാഘോഷം നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല കളർ, ഇത് ആരുടെ സെലക്ഷനാ? അങ്ങനെ എല്ലാവരും കൂടെ UPS സെക്ഷൻ. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ ഇന്നത്തെ ഓണം? എൻജോയ് ചെയ്തോ? അടിപൊളിയാക്കി. കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് എന്ത് മാറ്റമാണ് ഇന്നിപ്പോ ഇപ്രാവശ്യം? എന്തെങ്കിലും മാറ്റമുണ്ടോ? പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ. ഓക്കെ, ഇപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ഓണാഘോഷമൊക്കെ പഴയ പോലല്ല, ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ടാണ് ഒരുപാട് നന്നായിട്ട് ആഘോഷിക്കുന്നത്, ഇപ്പൊ അത്ര പോലെന്നൊക്കെ ഒരു അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? പണ്ടത്തെ ഓണാഘോഷം നമുക്കറിയത്തില്ലല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ ഒരേ വൈബിൽ അങ്ങ് പോകുന്നൊരു ഓണാഘോഷം. ഞാൻ ചോദിച്ചതല്ല, കുട്ടിക്കാലത്തേക്ക് ഓണാഘോഷം. കുട്ടിക്കാലത്തെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ആഡംബരത്തിലോട്ട് വന്നില്ലല്ലോ. ഇന്ന് നമ്മൾ വന്ന രീതി, അന്നത്തെ രീതി നമ്മൾ വ്യത്യാസം എന്തായാലും ഉണ്ടല്ലോ. അന്നത്തെ ഇത്രയും സാമ്പത്തിക ഭദ്രത വെച്ചിട്ടായാലും ബാക്കി നമ്മുടെ അണിഞ്ഞൊരുകളിലായാലും അന്നെല്ലാം പരിമിതമായിരുന്നു. ഇന്ന് കുറച്ചുകൂടി വൈഡായിട്ട് പ്രത്യേകം പോകുന്നു. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? പേരെങ്ങനെയാ? ഷീബ. കാക്കനാട്.
സരിത, തിരുവനന്തപുരത്തുള്ള ആളാണ്. അപ്പൊ ഇവിടെ താമസം? ഇവിടെ താമസിക്കുക, ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യും. മുംതാസ് കരുവാറ്റ തസ്മി മുതുകുളം ഹസീന വള്ളികുന്നം. ഓക്കെ. അപ്പൊ വീട്ടിലൊക്കെ ഓണമൊക്കെ ആഘോഷമൊക്കെ എങ്ങനെയുണ്ട്? വീട്ടിൽ ഓണാഘോഷം ഇതൊന്നും പ്രത്യേകിച്ച് ആഘോഷമൊന്നുമില്ല, ഒരു തട്ടിക്കൂട്ടി ഓണം അത്രേ ഉള്ളൂ. ഓഫീസിലാണോ അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നത്? ഇതേ ഓഫീസിൽ തന്നെയാണ്. ഓക്കെ. എങ്ങനെ പോകുന്നു ഓണാഘോഷം? നന്നായിട്ട് പോകും. അടിപൊളിയായിട്ട് അടിപൊളിയാണ്. ഇപ്പൊ വീട്ടില് കുട്ടികളൊക്കെ ആയിട്ട് എവിടെയെങ്കിലൊക്കെ പോകാനൊക്കെ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. പോണം. പോയില്ലെങ്കിൽ കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ എന്നാലും എല്ലാവർക്കും അടിപൊളി ഓണാശംസകൾ നേരുന്നു. കായംകുളം നഗരസഭയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഓണാഘോഷം പൊടിക്കാൻ ഇപ്പൊ എന്റെ പുറകിലായാലും നല്ല ഉച്ചത്തിൽ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. എവിടെ നോക്കിയാലും ആ ഒരു ഓണം വൈവാണ്. ഏത് മൂഡ്? ഓണം മൂഡ് തന്നെയാണ്. നമുക്കിപ്പോ അടുത്ത സെക്ഷനിലേക്ക്